നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷ്യത്തിലേക്ക് സ്വയം വഴി തെളിച്ചെത്തിയ 3 പേരാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. മലയാള സിനിമയുടെ നായക സങ്കല്പങ്ങളെ മാറ്റിയെഴുതിയ യുവതാരം, എത്താക്കൊമ്പുകളെ കഴിവുകൊണ്ടും പരിശ്രമം കൊണ്ടും കൈയെത്തിപ്പിടിച്ച മലയാള സിനിമയുടെ വാഗ്ദാനം ശ്രീ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഒപ്പം വിധിയെ മനക്കരുത്തുകൊണ്ട് നേരിട്ട കൗമാരക്കാരൻ, പരിമിതികളെ അവസരങ്ങളാക്കി പരിവർത്തനം ചെയ്ത മിടുക്കൻ ഗോപികൃഷ്ണ വർമ്മ. കൂടെ നിരവധി കാതലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ഭാഗ്യം ലഭിച്ച, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മിനി സ്ക്രീനിലും ഒപ്പം ബിഗ് സ്ക്രീനിലും ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങൾ തേടിയെത്തിയ നായിക ഗായത്രി അരുണും. 3 പേരും ഇടിയൻ ചന്തുവിന്റെ വിശേഷങ്ങളുമായാണ് ന്യൂസ് 18 ലേഡീസ് ബാൻഡിൽ നമുക്കൊപ്പം ചേർന്നത്. സ്വാഗതം 3 അതിഥികൾക്കും ന്യൂസ് 18ലേക്ക്. ഞാൻ ആദ്യം വിഷ്ണുവിലേക്കാണ് പോകുന്നത്. വിഷ്ണു ഞങ്ങളെ സംബന്ധിച്ച്, പ്രേക്ഷകരെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യനാണ്. തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സുഹൃത്താണ്. ഉടായ്പകളുമായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു നാട്ടുകാരനാണ്, പരിചയക്കാരനാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ എന്നാണ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ പുതിയ സിനിമയിൽ ട്രെയിലറിൽ കാണുന്നത് നല്ല ഒന്നാന്തരം ഇടിയാണ്. വിഷ്ണുവിന്റെ മുൻ ചിത്രങ്ങളിൽ മിക്കവയും ഒരു പാവത്താൻ ഇമേജ് ഉള്ളവയാണ്. നമ്മുടെ ഈ വെടിക്കെട്ട് സിനിമ ഒഴിച്ച് ബാക്കി സിനിമകളൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ആക്ഷൻ നായകനായിട്ട് മാറുകയാണോ വിഷ്ണു? അല്ല, ഇതങ്ങനെ ആക്ഷൻ നായകൻ എന്ന് വിളിച്ചുകൂടാ. ഈ സിനിമയുടെ കഥ ഡിമാൻഡ് ചെയ്യുന്ന സീക്വൻസുകളാണ് ഈ സിനിമയിലുള്ളത്. ഇടിയൻ ചന്തു എന്ന ടൈറ്റിൽ പറയുന്ന പോലെ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ കുറേ ഇടികളിൽ ചെന്ന് വിടുന്നുണ്ട്. അത് അതിന് ആക്ഷൻ നായകൻ എന്ന് വിളിച്ചുകൂടാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ഒരു ക്യാരക്ടറാണ് ചന്തുവിൻ്റേത്. ഒരു ക്രിമിനൽ സ്വഭാവമുള്ള അച്ഛൻ്റെ മകനാണ് ഇയാൾ. ആ ട്രേറ്റ്സ് ഇയാളിലും ഉണ്ട്. എന്ന് വെച്ചാൽ കുഴപ്പക്കാരനാണെന്നല്ല, പക്ഷെ ഇയാൾക്ക് ഇടയ്ക്ക് ഈ ട്രോമ ഉള്ളതിൻ്റെ പേരിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും ഓരോരോ പ്രശ്നങ്ങളുടെ പേരും പറഞ്ഞ് TC കൊടുത്ത് വിടുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ +2 സ്കൂളിൽ നിന്ന് എഴുതാനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഇയറിൽ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ തറവാട്ടിനടുത്തുള്ള സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതും അവിടെ വെച്ചുണ്ടാവുന്ന ഇൻസിഡൻറ്റുകളുമാണ് ഇതിൻ്റെ കഥയുടെ ഒരു ഇതിവൃത്തം. ശരി, ഓക്കെ. ഞാൻ വിഷ്ണുവിലേക്ക് വരാം. അതിനു മുൻപ് ഇനി നമുക്ക് ഗോപികൃഷ്ണന്റെ വിശേഷങ്ങൾ അറിയണം. ഞാൻ ഗോപികൃഷ്ണനെ ഏറെ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. വളരെ സന്തോഷം ഗോപികൃഷ്ണനെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷവും അഭിമാനവുമാണ്. അത് ആദ്യം തന്നെ ചോദിക്കട്ടെ. ഇനി നമുക്ക് സിനിമയിലേക്ക് വരുമ്പോൾ ചോദിക്കാനുള്ളത്, ഈ ഇടിയൻ ചന്തുവിന്റെ ഇടി കിട്ടുന്ന ആളാണോ ഗോപികൃഷ്ണൻ സിനിമയില്? അതെ. ഒരുപാട് ഇടി വാങ്ങി കൂട്ടുന്നുണ്ടോ? പിന്നെന്താ, ഒരുപാട് ഇടി കിട്ടും. ആഹാ, ശരി. എങ്ങനെയാ സിനിമയിലേക്ക് എത്തിയത്? വിഷ്ണു ചേട്ടൻ്റെ ഒക്കെ കൂടെയുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടോ ഗോപിക്ക്? ഉണ്ട്. എന്താ ഒരു ഉഷാറ് കുറവുണ്ടോ വിഷ്ണു? ഉഷാറൊന്നുമില്ല, ആള് മിടുക്കാണ്. ഇപ്പൊ മിടുക്കനാണ്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഗോപികൃഷ്ണ വർമ്മ വളരെ SPB സാറിന്റെ വലിയ ഫാൻ ആണെന്ന്. നമുക്കൊരു പാട്ട് പാടി ഒന്ന് തുടങ്ങിയാലോ? ഒരു പാട്ട് പാടി തരുമോ? പാട്ടാ? ഏതാ പാട്ട്? ഇഷ്ടപ്പെട്ട SPB സാറിന്റെ പാട്ടായിക്കോട്ടെ, 2 വരി. ഓക്കെ. എന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ. താദാപദം ചേതുഹരം പ്രേമപ്രദം പിയോനിദ നവമേഘമേ കൊണ്ടുവാ ഒരു ചെങ്കുരുങ്ങി പൂവിൽ മൃദു ചുംബളങ്ങൾ അൽകാൻ താദാപദം ചേതുഹരം
പ്രേമമൃതം പെയ്യുന്നിറ. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ തുടക്കം ഗംഭീരമായി, നല്ല അടിപൊളി പാട്ട്. ഓക്കെ, എന്തായാലും വളരെ നന്ദി. പാട്ട് നല്ല പാട്ടൊക്കെ അതെ, എല്ലാവരും കൈയൊക്കെ അടിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞോളൂ. താങ്ക് യു. ആയിക്കോട്ടെ, ഞാൻ ഗായത്രിയിലേക്കാണ്. ഗായത്രി എന്ന് പറയുമ്പോൾ എന്നും മലയാളികൾ ഒരുപാട് നല്ല സിനിമകളിൽ വേഷം ചെയ്തു. പക്ഷേ മലയാളികളെ സംബന്ധിച്ച്, മിനി സ്ക്രീൻ ആരാധകരെ സംബന്ധിച്ച് പരസ്പരം വന്നൊരു സീരിയലിന്റെ പേര് പറയാതെ ഗായത്രി ആളുകൾ ഓർക്കില്ല. കാരണം എപ്പോഴും ആ ഒരു പോലീസ് ഓഫീസറിൽ കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അവിടുന്ന് വളരെ പെട്ടെന്നാണ് ബിഗ് സ്ക്രീനിൽ എത്തിയത്. അത് പറയേണ്ട ഒരു കാര്യം തന്നെ. ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാകും മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിൽ എത്താൻ പറ്റുമെന്ന്. പക്ഷെ ഇതൊക്കെ ഒന്നും ഒരു വലിയ വിഷയമല്ല എന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ് ഗായത്രി. എങ്ങനെയാണ് ഈ നമ്മുടെ പുതിയ സിനിമയിലേക്ക്, ചന്തുവിലേക്ക് എത്തുന്നത്? ഈ ചന്തുവിന്റെ കലഹപ്രിയം കിട്ടുന്ന ഒരാൾ കൂടിയാണോ ഗായത്രി സിനിമയിൽ? അതെ, ചന്തുവായിട്ട് കലഹമുണ്ട്, എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും പ്രതീക്ഷിക്കാം. പറഞ്ഞോളൂ. റിപ്ലൈ പറയുന്നുണ്ടല്ലോ ഗോപി. ഗായത്രി പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ എനിക്കൊരു സ്കൂൾ ടീച്ചറിന്റെ ക്യാരക്ടറാണ്. ഞാൻ ഇതിലേക്ക് എത്തുന്നത് ഇതിന്റെ ഡയറക്ടർ ശ്രീജിത്താണ് എന്നെ വിളിക്കുന്നത്. ശ്രീജിത്ത് വിളിച്ചിട്ട് ക്യാരക്ടറിനെ കുറിച്ചിട്ടും ശ്രീജിത്ത് ഭയങ്കര എന്താ പറയാ, നല്ലൊരു സ്റ്റോറി ടെല്ലർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ പറഞ്ഞ് എന്തിനോടും ഒരു ഇഷ്ടം തോന്നിപ്പിക്കാനും അത് കൺവിൻസ് ചെയ്യാനൊക്കെ പ്രത്യേക ഒരു ടാലന്റ് ഉള്ള ഒരാളാണ് ശ്രീജിത്ത്. അപ്പം ഫസ്റ്റ് കോളിൽ തന്നെ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടും അതിൻ്റെ ഒരു കുറേ ലെയേഴ്സ് ഉണ്ടെന്നുള്ളതും അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹ ടീച്ചർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആ ക്യാരക്ടറിനോട് ഒരു പ്രത്യേക നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യാനായിട്ടൊരു കാരണം. ശരി, ഓക്കെ. വിഷ്ണു, ഈ സിനിമയിൽ ചന്തുവിന്റെ ഇടി എങ്ങനെയാണ്? വെറൈറ്റി ഇടിയാണോ? ഞങ്ങൾ തിയേറ്ററിൽ പോയി കോരി തരിക്കുമോ? അല്ല, ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉള്ളത്, ഇപ്പൊ ബാഹുബലി ചെയ്ത, മഗധീര ചെയ്ത, പുലിമുരുകൻ ചെയ്ത, ഇന്ത്യൻ 2 ചെയ്ത ആളാണ് നമ്മുടെ മാസ്റ്റർ പീറ്റർ ഹെയ്ൻ. അപ്പൊ അദ്ദേഹം ഈ സിനിമയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പരിപാടി എക്സ്പെക്ട് ചെയ്യുമോ എന്നുള്ളത്, മീൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പുള്ളി ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇതിലങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കമ്പോസ്ഡ് ഫൈറ്റോ അങ്ങനത്തെ പോസുകളോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ഓർത്തായിരുന്നു പുലിമുരുകനിൽ വന്ന് ലാലേട്ടൻ ഇങ്ങനെ നിൽക്കണ പോലെ ഇതിൽ അങ്ങനെ എന്തെങ്കിലും പോസൊക്കെ ആയിരിക്കുമോ പുള്ളി പ്ലാൻ ചെയ്യണേ. ഞങ്ങൾ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ പുള്ളി ഇതിനെ കൺസീവ് ചെയ്തതും ഒക്കെ കുറച്ചും കൂടി പുതിയൊരു പാറ്റേൺ ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പീറ്റർ ഹെയിൻ്റെ ഒരു നാടൻ തല്ല് നമ്മൾ ഒരു സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് പുള്ളി ഈ സിനിമയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫീല് ഒരു ഷോട്ടിൽ പോലും വരരുതെന്ന് പുള്ളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നും ഒരു വെൽ കോറിയോഗ്രാഫ്ഡ് ഫൈറ്റ് പോലെ അത് വേണ്ടെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഡിസിഷൻ. അപ്പം നമുക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത, പ്രിപ്പയർഡ് അല്ലാത്ത, +2 സ്കൂളിലുള്ള കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ പക്ക റോയായിട്ട് നാച്ചുറലായിട്ട് തോന്നണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് മീൻസ് ഓടി വരുമ്പോൾ വീണാൽ പോലും അതൊട്ടും എന്താ പറയുക, സിനിമാറ്റിക് അല്ലാതെ ലൈവായിട്ട് വേണം എന്നുള്ളതാണ് മാസ്റ്ററുടെ ഒരു ഡിസിഷൻ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു 100-300ഓളം സ്റ്റുഡൻസും 40-50ഓളം ഫൈറ്റേഴ്സും ടീച്ചേഴ്സും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. ശരി, വിഷ്ണു, ഞാൻ ഈ ട്രെയിലർ കണ്ട സമയത്ത് ഈ ട്രെയിലർ കണ്ട സമയത്ത് ഒരു +2 കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. +2 പഠിക്കുന്ന ഒരു പയ്യനാണ് വിഷ്ണു എന്നും എനിക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അപ്പം ഈ വിഷ്ണുവിനെ സംബന്ധിച്ച് ഒരു +2 പയ്യനാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി കാണില്ലല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്? ചുള്ളനാണ് എന്നാണ് പറഞ്ഞു വന്നത്. അല്ല, അതൊക്കെ ഉണ്ട്.
അതൊക്കെ പാടുപെട്ടിട്ടൊക്കെയാണ് അങ്ങനെ ആക്കിയത്. പക്ഷെ ഇല്ല യൂണിഫോം ഇട്ട് ഞങ്ങള് എല്ലാവർക്കും ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ എന്റെ റിപ്ലൈ. കാരണം ഞാനത് വിഷ്ണുവിനെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാരും പറഞ്ഞതാണ്, വിഷ്ണു ഈ യൂണിഫോം ഇട്ട് വന്നപ്പോ സത്യത്തിൽ നമുക്ക് എന്താണ് മോനെ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് വിഷ്ണുവിനെ ഭയങ്കര യങ്ങായിട്ട് തന്നെ, അത് വിത്തൗട്ട് മേക്കപ്പിന്റെ ഗുണമൊന്നും അല്ല. വിഷ്ണു അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മെയിൽ ആർട്ടിസ്റ്റുകളുടെ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ്, ഏത് ഏജിലേക്കും പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. വിഷ്ണു പക്ക ഒരു +2 സ്റ്റുഡന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അധ്വാനം ഉണ്ട് അതിന്റെ പുറകില്. പക്ഷെ സ്റ്റിൽ ഇത് +2 പഠിക്കുന്ന കുട്ടികളുടെ പ്രായമല്ല ഈ സിനിമയിലെ എന്റെ പ്രായം. ഞാൻ തോറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സ്കൂളിൽ നിന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ആണ്. അങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഏജ് വെച്ചിട്ട് അങ്ങനെ വലിയ കുഴപ്പമാവാനും പാടില്ല എന്നുള്ളൊരു സാധനം ഉണ്ട് കഥയിൽ, അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പണ്ട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ചെയ്യുമ്പോൾ അതിൽ 10ാം ക്ലാസ് എക്സാം എഴുതുന്ന സീനുണ്ട്, ഞാനും ധർമ്മൻ ചേട്ടനൊക്കെ. അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ധർമ്മേട്ടന് 41 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ അതും കൂടി എൻ്റെ മനസ്സിലൊരു ധൈര്യമായിട്ടുണ്ടായിരുന്നു. ശരി, നമുക്ക് +2 കാലത്തേക്കൊന്ന് വരണം, ഞാൻ അങ്ങോട്ട് വരാം. അതിനു മുൻപ് ഗോപികൃഷ്ണൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ പറഞ്ഞു, ഈ ചന്തു എന്ന് പറയുന്ന ആള് +2 പഠിക്കുകയാണ്, +2 ഉണ്ടാക്കുന്ന അടിയും കാര്യങ്ങളൊക്കെയാണ് സിനിമ എന്ന് പറയുന്നു. ഗോപി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? പിന്നെന്താ, കോടതി പിടിച്ചിട്ടുണ്ട്, കൊറേ ഇടിച്ചിട്ടുണ്ടോ? ഫുള്ള് ഇടി ഫൈറ്റും. ഭയങ്കര വികൃതിയായിരുന്നോ പഠിക്കുന്ന സമയത്ത്? അതെ, ഫുള്ള് മികച്ചാണ്. ഇടി കൊടുക്കാറാണോ ഇടി വാങ്ങിക്കാറാണോ? ഇടി വാങ്ങിക്കാതെ ഒറ്റടി കൊടുക്കും ഞാൻ. ഓക്കെ, അപ്പം നമുക്കിനി വിഷ്ണു, ഞാനിപ്പോ ചോദിച്ച ചോദ്യം സെയിം ചോദ്യം വിഷ്ണുവിനോടും കൂടി ചോദിക്കുകയാണ്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾ കാണുന്ന വിഷ്ണു എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിട്ട് കുറെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്ന ആളാണ്. പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നോ? അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശരിക്ക് എൻ്റെ ജീവിതത്തിൽ ഇടി ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല, ഇടിയിലൊന്നും പോയി പെട്ടിട്ടുമില്ല. ഭാഗ്യത്തിന് കണ്ടിട്ടുണ്ട്, സ്കൂളിൽ വെച്ചും കണ്ടിട്ടുണ്ട്, കോളേജിൽ വെച്ചും കണ്ടിട്ടുണ്ട്. അത് ദൂരെ നിന്ന് കാണുമെന്നല്ലാതെ അതിൻ്റെ അകത്തേക്ക് ചെല്ലാനുള്ള ഒരു ധൈര്യമോ മാനസികാവസ്ഥയോ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ട് ഈ സിനിമയിലാണ്. പക്ഷെ ഇത്രയും നാള് അതിൽ നിന്നൊക്കെ മാറി നിന്നതിനുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ തികഞ്ഞൊരു സിനിമയാണ്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ, അക്കാര്യത്തിൽ ഞങ്ങൾക്കും വേറെ ഒന്നും പറയാനില്ല. ഗായത്രി, ഇപ്പോൾ വലിയൊരു ക്രൂവിനൊപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ്, മുഴുനീള കഥാപാത്രമാണോ, കഥാപാത്രം എന്താണ്, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രേക്ഷകരുമായി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സിനിമയെ പറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു, സ്കൂൾ ടീച്ചറാണ്, ഇവരുടെയൊക്കെ അധ്യാപികയാണ്. അത്യാവശ്യം എന്താ പറയുന്ന ഒരു ഇരട്ടപ്പേരൊക്കെ ഉള്ള ഒരു ടീച്ചറാണ്. അപ്പൊ തന്നെ അറിയായിരിക്കും കുറച്ച് കലിപ്പത്തിയാണ് ആയ ഒരു ടീച്ചറാണ്. അതെ അതെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സ്നേഹ ടീച്ചർ എന്നാണ് ക്യാരക്ടറുടെ പേര്. പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പീറ്റർ ഹെയ്നെ പോലെ ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫൈറ്റ് മാസ്റ്ററുടെ ഒരു സീക്വൻസിൽ നമുക്ക് അതിനകത്ത് ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു പ്രോസസ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ചെയ്യുന്നത്. പരസ്പരത്തിലെ കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ലാർജർ ഒരു രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പുകളും എല്ലാം അത് കാണുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ. ശരി, ഓക്കെ. വിഷ്ണു, നമ്മളിപ്പോൾ പറഞ്ഞു പീറ്റർ ഹെയ്ൻ എന്ന മാസ്റ്ററെ കുറിച്ച്. അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറയുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് മലയാളികളൊക്കെ പെട്ടെന്ന് പുലിമുരുകൻ എന്ന സിനിമയിലേക്കായിരിക്കും ആദ്യം പോകുക. നമ്മൾ തുടക്കത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു കൊറിയോഗ്രാഫി അത് എങ്ങനെയുണ്ടായിരുന്നു? ഇതിന് ശേഷം, ഈ ഫൈറ്റിനൊക്കെ ശേഷം ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നോ ലൊക്കേഷനിൽ? ഇല്ല, ഫൈറ്റിന്റെ പേരിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. നമുക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 100-300ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ഇവരാരും പ്രൊഫഷണലായിട്ട് ഉള്ള ആക്ടേഴ്സോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് പോലും ജീവിതത്തിൽ ഇന്നുവരെ അഭിനയിച്ചിട്ടില്ലാത്ത ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളും, പിന്നെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പലയിടത്തു നിന്ന് ഓഡിഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന കുട്ടികളൊക്കെയാണ്.
അപ്പോൾ അതിൽ ആദ്യമായിട്ട് മൂവി ക്യാമറ കാണുന്നവർ ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത്ര വൈഡ് സ്കെയിലുള്ള ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചാലഞ്ചിങ് ആക്ച്വലി. ഇവർക്കൊന്നും പറ്റരുതല്ലോ. നമ്മളെ ട്രെയിലറിലുള്ള ഒരു ഷോട്ട് കാണുമ്പോൾ അറിയാം, ഈ 300ഓളം കുട്ടികൾ ഒരുമിച്ച് വന്ന് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എയറിൽ ചാടി ഇറങ്ങിയൊക്കെ വരുന്ന പോർഷനൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഇതിലൊരാൾ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മീതൊക്കെയായിരിക്കും ചിലപ്പോൾ അടുത്ത ആൾ ചാടുന്നത്. അപ്പോൾ അതൊക്കെ വെൽ പ്രിപ്പയർഡായിട്ട് മീൻസ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്ത് ഞങ്ങളടുത്തുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു യൂണിറ്റ് അവിടെ എപ്പോഴും ഞങ്ങളെ സ്കൂളിൽ അറേഞ്ച് ചെയ്തിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറുകളൊക്കെ പരിഹരിക്കാൻ. അത് കുറേ പേർക്ക് ചെറിയ ചെറിയ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടി ഷൂട്ട് തീരുന്നവരെ നമ്മളോട് സഹകരിക്കുകയാണ് ഉണ്ടായത്. ശരി. ഈ സിനിമയിൽ അഭിനയത്തിന് മുൻപ്, ഇപ്പോൾ മാസ്റ്റർ വരുന്നതിന് മുൻപ് ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ കരാട്ടയൊക്കെ പഠിക്കാനും ഇടിയടിയൊക്കെ പഠിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയായിരുന്നോ വിഷ്ണു? അതെ 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 അല്ല, ഇതിൽ നമ്മൾ ജയശ്രീ ചെയ്യുന്ന ക്യാരക്ടർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ ജയശ്രീ എന്തായാലും കരാട്ടെ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായി. അപ്പം ഞാനും ആ കൂട്ടത്തിൽ ഒരു 5 ദിവസം ഞാനും ട്രെയിനിങ്ങിന് വേണ്ടി പോയി. കാരണം പടത്തിൽ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോഴാണ് മാസ്റ്റർ പറഞ്ഞത് നമുക്കങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും ഒരു പ്രിപ്പയർഡ് സാധനം ഫീൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല. ശരി. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ, നിങ്ങളുടെ പ്രൊമോഷൻ ഭാഗമായ ഒരു ഇന്റർവ്യൂവിൽ ലേണ്ട പറയുന്നൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് ഒരു വിളി വന്നപ്പോൾ ഒരു ത്രെഡിലാണ് ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു വന്നത്. ഗായത്രി, ഇതേ ചോദ്യം ഞാൻ ഗായത്രിയോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇടിയൻ ചന്തുവിലേക്ക് ഗായത്രിയെ വിളിച്ച സമയത്ത് ഞാൻ ഇപ്പം തന്നെ ഞാൻ അഭിനയിച്ചേക്കാം, ഞാൻ റെഡിയാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അതെന്തായിരുന്നു? അത് ക്യാരക്ടറിന്റെ ഒരു ലെങ്തോ അല്ലെങ്കിൽ എത്ര സീൻസ് എന്നോ ഉള്ളതല്ല, ആ ക്യാരക്ടറിലൂടെയാണ് ഇതിന്റെ ഒരു മെയിൻ സീക്വൻസിലേക്ക് പോകുന്നത്. ആ ഒരു 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 സിനിമയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഈ ടീച്ചറിന്റെ ലൈഫൊക്കെയാണ്. അപ്പം ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസും അത് ശ്രീജിത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്തതും ആ കഥ പറച്ചിലും ഒക്കെ തന്നെയാണ്. അപ്പം തന്നെ ആ കോള് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോട് ശ്രീജിത്ത് പറഞ്ഞു, ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും അല്ല, ഫുൾ സിനിമ ത്രൂ ഔട്ടും ഉണ്ടാവില്ല, പക്ഷേ ഈ ക്യാരക്ടറിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ഈ പറഞ്ഞ പോലെ കുറേ ബാക്ക് സ്റ്റോറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് എനിക്കത് സിനിമ ആസ് എ ഹോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടറും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ശരി. പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു തീമുണ്ട്, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ട്. അതും വളരെ ഒരു റെലവൻസ് ഉള്ള, സോഷ്യലി റെലവൻസ് ഉള്ള ഒരു കണ്ടന്റ് ഇതിനകത്തുണ്ട്. അതും ഒരു പോയിന്റ് ആയിരുന്നു. ശരി. എനിക്ക് തോന്നുന്നു വിഷ്ണുവിനോട് ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല, കാരണം പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ കാര്യമായിട്ട് എന്തോ പ്രേക്ഷകർക്ക് വേണ്ടി കാത്തുവെക്കാതെ പണം മുടക്കാൻ തയ്യാറാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ചോദ്യം എന്തായാലും വിഷ്ണുവിനോട് ചോദിക്കുന്നില്ല. ഓക്കെ, ഗോപി, എന്താണ് ഗോപികൃഷ്ണന്റെ ഈ സിനിമയിലെ റോൾ? എന്താണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത്? എങ്ങനെയാണ് ഫോൺ വന്നത്? ആദ്യം ഫോൺ വന്നത് ആദ്യം അമ്മേനെ വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? കേട്ടോ? ഹലോ, കേക്കാം, പറഞ്ഞോളൂ. അമ്മ വിളിച്ചു. ഡയറക്ടർ അമ്മേനെ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് എന്നെ കാര്യം പറഞ്ഞു, എനിക്ക് ഒരു ചാൻസും തരാൻ വേണ്ടിട്ട്. എന്നിട്ട് എനിക്ക് ഇപ്പോൾ ചാൻസ് കിട്ടി സിനിമയിൽ. ഇടിയൻ ചന്തു എന്നെ കാണുമ്പോൾ വില്ലാണ് ഞാൻ. എൻ്റെ ഇതിൽ ദേഷ്യം കാണാം. ദേഷ്യം കണ്ട എല്ലാവരും പേടിക്കും കാണുമ്പോൾ. ഞാൻ അഭിനയിച്ച് വേറെ സിനിമയുണ്ട്, ശ്രയം. ഞാൻ വില്ലനായിട്ട് തോക്ക് ചൂണ്ടിട്ട് എൻ്റെ പാട്ട് പാടും. അത് ഞാൻ പാടും. പാട്ടിട്ട് വില്ലനായിട്ട് തോക്ക് ചൂടുങ്ങ. അതെ, അതാണ് ഞാൻ ഇട്ടത് സിനിമയിൽ ഇടിയൻ ചന്തു വന്നത്. ശരി. അപ്പൊ എന്തായാലും ഇടിയൻ ചന്തുവില് പഠിച്ച് ചെയ്ത്
ഡയലോഗ് പഠിച്ച് ചെയ്ത് കുറേ കട്ട് വന്നാൽ വീണ്ടും ചെയ്യാൻ പറയും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറയും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് ഉഷാറായിട്ട് ഇരിക്കുകയാണ് അല്ലേ? കുറിച്ച് അതെ. അപ്പൊ എന്തായാലും ഞങ്ങള് തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണ്. വിഷ്ണുവിനെയും ഗായത്രിനെയും ഒന്നല്ല, ഞങ്ങൾക്ക് കാണേണ്ടത് ഗോപിനെയാണ്. എന്നെ കാണാം, തകർക്കണം അല്ലേ? ഗോപിയുടെ പല മുഖങ്ങളുണ്ട് കേട്ടോ സിനിമയില്. അതാണ് കാണാം. കേട്ടോ, വിഷ്ണു പറഞ്ഞത് കേട്ടോ, ഗോപിയുടെ പല മുഖങ്ങളുണ്ട്. ഞങ്ങള് വന്ന് നോക്കട്ടെ ആ മുഖങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. ആയിക്കോട്ടെ, ഓക്കെ. ഇനി ഞാൻ വിഷ്ണുവിലോട്ട് പോവാണ് കേട്ടോ ഗോപി. വിഷ്ണു, നമ്മൾ പറഞ്ഞു ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, കുറെ കോമഡി കൂടി. തല്ല് കുറെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഒന്നൊന്നര അടിയാണ് എന്നുള്ള കാര്യം ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമഡി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല കുറെ താരങ്ങളുമുണ്ട്, ഒപ്പം ട്രെയിലറിൽ കുറെ പേരെ കാണാം. അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം കുറെ എന്തൊക്കെയോ പ്രേക്ഷകർക്കായി കുറെ കോമഡി കാത്തുവെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു കോമഡി പാക്ക്ഡ് സ്റ്റഡ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കോമഡി പ്രതീക്ഷിച്ചിട്ട് ആരും ഈ സിനിമ കാണരുത്. കോമഡി അല്ല ഈ പടം. അപ്പൊ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഓരോ കഥാപാത്രത്തിനും വളരെ ഇമോഷണലായിട്ട് ഡെപ്തുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പം ഞാൻ ആസ് എ പ്രൊഡ്യൂസർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ എല്ലാ നല്ല ആക്ടേഴ്സിനെയും ഉൾക്കൊള്ളിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവരോട് ഒരിക്കൽ കഥ പറഞ്ഞാൽ അവർ വേറൊന്നിൻ്റെയും പേരിൽ ഈ പടം ചെയ്യാതിരിക്കരുത്. ഇപ്പം ഗായത്രി അടക്കം ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, ലെന ചേച്ചി ആണെങ്കിലും IM വിജയേട്ടനാണെങ്കിലും ലാലിച്ചായനാണെങ്കിലും ഇവരെല്ലാവരും നമ്മളോട് എല്ലാ തരത്തിലും വളരെ സഹകരിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു സിനിമ ചെയ്യാൻ. അല്ലാതെ വലിയ പൈസയോ ഇതൊന്നും ഉണ്ടായിട്ടല്ല, ഇത് ഞങ്ങളൊക്കെ കൂടി തന്നെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എന്താ പറയുക, ഞങ്ങൾക്കും കൂടി കൺവീനിയൻ്റ് ആയിട്ടാണ് ഈ സിനിമയോട് സഹകരിച്ചിട്ടുള്ളത്. അപ്പോൾ ലെന ചേച്ചിയുടെ അടുത്ത് നമ്മൾ ഈ കഥ പറയുമ്പോഴും ലെന ചേച്ചിയെ പോലത്തെ ഒരു ആക്ടർ എന്തായാലും ആ ക്യാരക്ടർ ചെയ്യണം എന്ന് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ലെന ചേച്ചി തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞാണ്, വേറൊന്നും പിന്നെ നമുക്ക് പറയാൻ തോന്നുന്നില്ല, കാരണം ഇത്രയും ഡെപ്തുള്ള ക്യാരക്ടർ. ഇപ്പോൾ വിക്രമാദിത്യന് ശേഷം ഇത്രയും ഡെപ്തുള്ള ഒരു അമ്മവേഷം പുള്ളിക്കാരിക്ക് കിട്ടുന്നത് ഇടിയൻ ചന്തുവിലാണ്. പുള്ളി അത്രയും ഇഷ്ടം ഈ സിനിമയോടും ഇതിനോടും കാണിക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് ഗായത്രിയുടെ കാര്യമാണെങ്കിലും ഇതിൽ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ബാക്ക് സ്റ്റോറി, അത് കഥയിൽ ആവശ്യമുള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗോപികൃഷ്ണൻ ഈ സിനിമയിലൊരു പ്രധാന കഥാപാത്രമാണ്. ഗോപികൃഷ്ണൻ്റെ കുറച്ച് സീനുകളാണെങ്കിൽ പോലും ഉള്ള സീനുകൾ ഉറപ്പായിട്ടും നമ്മൾ വളരെ നമുക്ക് താല്പര്യം തോന്നും, നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന സീനുകളാണ്. അതേപോലെ എല്ലാ ക്യാരക്ടേഴ്സും കേട്ടോ, ഒരാംഗിളിൽ നോക്കിയാൽ ഈ സിനിമയിലെ നായിക വിദ്യാ വിജയകുമാറാണെന്ന് നമുക്ക് തോന്നും, ഒരാംഗിളിൽ ജയശ്രീ ആണെന്ന് തോന്നും, ഒരാംഗിളിൽ ലെന ചേച്ചിയാണെന്ന് തോന്നും, ഒബ്വിയസ്ലി ഗായത്രി ഒരാംഗിളിൽ നായികയാണെന്ന് തോന്നും. എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും ക്യാരക്ടറിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഡെപ്തും ഉണ്ട്. ഇപ്പോൾ ലാലുച്ചായനൊക്കെ പടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ കൊലമാസ് പരിപാടിയൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ തമാശ ആരും പ്രതീക്ഷിച്ചു വരരുത്, എന്തെങ്കിലുമൊക്കെ തമാശ കിട്ടിയാൽ സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള ഹ്യൂമർ വർക്ക്ഔട്ട് ആയിട്ട് പോയിട്ട് അത് ബോണസ് ആയിട്ട് കിട്ടിക്കോട്ടെ, തമാശയാണെന്ന് പ്രതീക്ഷിച്ചു. ഓക്കെ, ഗായത്രി, ഈ വിഷ്ണു എങ്ങനെയുണ്ടായിരുന്നു സെറ്റില്? നമ്മളിപ്പോൾ പറഞ്ഞു വലിയ കോമഡി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇടിയൻ ചന്തുവിന്റെ ക്യാരക്ടർ ഉൾക്കൊണ്ട് പുള്ളി വലിയ സീരിയസ് ആയിരുന്നോ? സെറ്റിൽ മൊത്തം മസിൽ പിടിച്ച് നടക്കുമായിരുന്നോ? അല്ല വിഷ്ണു ഇങ്ങനെ തന്നെയാണ്. വിഷ്ണു പിന്നെ നമ്മളെ ഇപ്പം സീൻ വൈസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഓരോ സജഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് ഡേ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു, വിഷ്ണു എന്തെങ്കിലും അല്ലേ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ വിഷ്ണു പറയണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ വിഷ്ണു പറയാറുണ്ടായിരുന്നു. പിന്നെ അടി കൊണ്ട് ഞങ്ങളുടെ കൂടുതൽ സീൻസും ഈ ഫൈറ്റ് സീൻസ് ആയിരുന്നു. അപ്പോൾ ഈ പിന്നെ എന്താ പറയുക, ആകെ ആ ഒരു ടയേർഡായിട്ട് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്.
അങ്ങനെ മസിലും എടുത്തുണ്ടായിരുന്നില്ല. പ്രൊഡ്യൂസറിൻ്റെതായ ചെറിയ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ഇടയ്ക്ക്. Okay. വിഷ്ണു, ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയൊരു കണക്ഷൻ ആണ് ഈ അജഗജാന്തരം, തല്ലുമാല, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വഴി കൂടെ പോകുന്നുണ്ടോ നമ്മുടെ ചന്തു? ഇല്ല ഇല്ല, അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിലെ പോലെ ഒരു സ്റ്റൈലൈസ്ഡ് ഫൈറ്റ് അല്ല ഒരിക്കലും. ഇതൊരു പുതിയ അനുഭവം ആയിരിക്കും. ഇതൊരു പുതിയ പരീക്ഷണവും ഒരു അറ്റംപ്റ്റും ആണ്. ശരി, ഓക്കെ. ഗോപികൃഷ്ണൻ, ഇത് ഈ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ആളുകളൊക്കെ ഇപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരാളാണ്. തിരികെ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ എല്ലാവരും കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് ചേർത്ത് പിടിച്ച ഒരാൾ കൂടിയാണ് ഗോപി. വേറെ പുതിയ സിനിമകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ആ ആ ഇല്ല ഇല്ല ആയിട്ടില്ല. ആകുമ്പോൾ പറയാം. ആവുമ്പം പറയാം, അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കേണ്ടെന്നാണോ? ആ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഞാവുമ്പോൾ ഞാൻ അങ്ങോട്ട് അറിയിച്ചോളാം എന്ന് പറഞ്ഞതുപോലെ തോന്നി. ഓക്കെ വിഷ്ണു, നമ്മുടെ സിനിമ ചന്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ചതിക്കാത്ത ചന്തു, ആ ഒരു പേര് ഓർമ്മ വരും. അതോടൊപ്പം തന്നെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ആ ഡയലോഗ് ഓർമ്മ വരും. അപ്പം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചന്തു ആണോ എന്ന് ചോദിക്കുന്നില്ല, പക്ഷെ പാട്ട് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് അതിപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പാട്ടുകളൊക്കെ എങ്ങനെയാണ്, എപ്പോൾ പ്രതീക്ഷിക്കണം ഞങ്ങൾ? ഉടനെ വരും. പോസ്റ്റ് റിലീസാണ് നമുക്ക് ബാക്കി സോങ്ങുകൾ നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം അതിൽ സിനിമയുടെ കുറെ കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് വിടാത്തതാണ്. അപ്പോൾ ഈ പ്രൊമോ സോങ് ഞങ്ങൾ എന്തായാലും സിനിമയ്ക്ക് മുമ്പ് തന്നെ വിടാമെന്ന് വിചാരിച്ച് തന്നെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ചന്തു എന്നുള്ള പേര് കേട്ടാൽ ആദ്യം വരെ മമ്മൂക്കയുടെ മുഖമുള്ളത് നമുക്ക്. അപ്പോൾ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് സോങ്ങിന് അങ്ങനെ ഒരു വരി ആഡ് ചെയ്യാം എന്നുള്ളത് ദീപക്കേട്ടൻ്റെ ഒരു സജഷനായിരുന്നു, മ്യൂസിക് ഡയറക്ടറുടെ. അപ്പോൾ അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടനാണ് അതിൻ്റെ ലിറിക്സ്. നമ്മൾ പടത്തിലെ ഒരു ഡയലോഗും കൂടി ആണ് ഇതിൻ്റെ ഹുക്ക് ലൈനാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താ ഈ വരി ഇങ്ങനെയെന്ന് നമുക്ക് പടം കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ തോന്നിയാൽ പോലും പടം കാണുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാനായിട്ട് മമ്മൂക്കയോട് ചോദിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ആദ്യമേ. കാരണം ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ള പാട്ട് ഇന്ത്യയിൽ ഇപ്പോൾ മമ്മൂക്കല്ലാണ്ട് ആര് ലോഞ്ച് ചെയ്യും? ഓക്കെ ഗായത്രി, സിനിമ തിയേറ്ററിലേക്ക് സിനിമ എത്തുന്ന സമയത്ത് ഇത് കാണാൻ പ്രേക്ഷകർ വരണം എന്ന് പറയാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ഇതൊരു പീറ്റർ ഹെയ്നെ പോലെ ഒരു സ്റ്റണ്ട് ഫൈറ്റ് മാസ്റ്ററുടെ ഒരു എക്സ്പെരിമെൻ്റൽ ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദർ ഇസ് സംതിങ് ന്യൂ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എല്ലാ കൈൻഡ് ഓഫ് സീക്വൻസുകളും വന്നു പോകുന്നുണ്ട്. അതായത് ഫാമിലിയുണ്ട്, ഡ്രാമയുണ്ട്, ഫാമിലി ഡ്രാമയുണ്ട്, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലെ കുറേ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. ഇമോഷണലി ഭയങ്കര ഒരുപാട് എന്താ പറയുക, ഒരുപാട് റൈറ്റ്സ് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനെ ഒരു റീസൺ അല്ല, പല റീസൺസ് ഇനി മൂവിയിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് പോകുന്ന ഒരു മൂവി തന്നെയായിരിക്കും. ആർക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞൊരു നിരാശ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ, കാരണം ഒരു ഫൈറ്റ് സീക്വൻസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ആ ഒരു തിയേറ്റർ എഫക്റ്റ്, ഒരു ബിഗ് സ്ക്രീൻ എഫക്റ്റ് തന്നെ നിങ്ങളത് ആസ്വദിച്ചാലേ അത് കംപ്ലീറ്റ്ലി നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് ഇടിയൻ. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഇടിയൻ ചന്തു തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വന്തമായി വഴിവെട്ടി വന്നവരാണ് എന്ന ആ ഡയലോഗിന് ചേരുന്ന 3 പേരാണ് ഞങ്ങളുടെ അതിഥികളായി ഇന്ന് എത്തിയത്. അതിലും വളരെ സന്തോഷം. എന്തായാലും ഒരിക്കൽ കൂടി ആശംസകൾ ഇടിയൻ ചന്തുവിന്. ഞാനും തിയേറ്ററിൽ പോയി കാണും, പ്രേക്ഷകരും തിയേറ്ററിൽ പോയി കാണുക. വളരെ നന്ദി 3 പേർക്കും അതിഥികളായി ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ. താങ്ക് യു. ലേഡീസ് പെൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.